ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പാലൊന്ന് ആവിയിൽ വേവിച്ച് കൊടുത്ത് നോക്കിയാലോ. പാൽ ആവിയിൽ വേവിച്ചെടുക്കേ. അതെ, നമുക്കൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലെ ഇരിക്കും കേട്ടോ സംഭവം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഒരു അരക്കപ്പോളം പാലെടുക്കാം. അതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ സ്മെല്ലിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒരു അച്ച് ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ശർക്കര നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പാലിലൊക്കെ ഒന്ന് ചേരുന്ന രീതിയിൽ. അപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശർക്കരേൻ്റെ തരിയും പൊട്ടൊക്കെ ബാക്കി ഉണ്ടാവല്ലോ, അത് മാറ്റി വെക്കണേ. നമുക്ക് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഓയിലോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കണം കേട്ടോ. ഈ ഇതിൽ ഇഡ്ഡലിത്തട്ടിൽ നമുക്ക് അതൊന്ന് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ശർക്കര എടുത്ത് വെക്കണമെന്ന്, തരിയും പൊട്ടുണ്ടായത് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ വെന്ത് വരുമ്പോൾ നല്ലോണം ഇങ്ങനെ മെൽറ്റായി നിൽക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റോളം ഇഡ്ഡലി കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കാം. നമുക്കിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു പാത്രം വെച്ച് കിണ്ണത്തപ്പം മതി ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശർക്കര ഒക്കെ ഇങ്ങനെ മെൽറ്റായി കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.